ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും അവർ ചിന്തിക്കുന്ന അവരുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് ഓർത്തതിന് ശേഷം വീഡിയോ മുന്നോട്ടേക്ക് കാണുക. നമുക്കിവിടെ വന്നിരിക്കുന്നത് 3 ഓഫ് വാൺസ്, ഏസ് ഓഫ് വാൺസ്, ക്യൂൻ ഓഫ് വാൺസ് ആൻഡ് ദ എംപ്രസ് എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് വാണ്ട് എനർജി ആയതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷന്റെ എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ മുന്നോട്ടേക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് അവരുടെ മനസ്സിൽ നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്നുള്ള ആഗ്രഹം വന്നു തുടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കുന്ന സ്റ്റേജ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ നോക്കുമ്പോൾ കാണുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു കറേജ് വേണം, ഒരു വളർച്ച വേണമെന്ന് അവർ സ്വയമേ തന്നെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പുതിയ പ്രപ്പോസൽ ആയിട്ട് നിങ്ങളിലേക്ക് വരിക, അല്ലെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് എന്താണോ ഈ റിലേഷൻഷിപ്പിൽ വേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത്, ഇതിന്റെ ഒരു ഗ്രോത്ത് നിലനിർത്താനായിട്ട് ഒരു പുതിയ അവസരം അവരുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു എനർജിയിലേക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലൂടെയാണ് ഇവരിപ്പോ കടന്നു പോകുന്നത്. ഈ ഒരു ബന്ധത്തിൽ ഒരു പ്രോഗ്രസ് വേണമെന്ന് സ്വയമേ തന്നെ ചിന്തിക്കുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ തന്നെ നിന്നാൽ പോരാ ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ്. ഇതിൽ ആ ഒരു നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു അബണ്ടൻസ്, സന്തോഷം, സമൃദ്ധി, ആ ഒരു ഗ്രോത്ത് എല്ലാം ഇതിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി സ്വയം ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. 3 ഓഫ് വാൺസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഒരു പ്ലാനിങ് എനർജി അല്ലെങ്കിൽ ആ ഒരു കൺഫർമേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫോ അല്ലെങ്കിൽ ഒരു ലവേഴ്സ് ആയിട്ട് ഒരു കമ്മിറ്റ്മെന്റിലേക്കൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫെർട്ടിലിറ്റി എനർജി കൂടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കുഞ്ഞൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഭയങ്കരമായിട്ട് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. അവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് കൈവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കുറിച്ചാണെന്നുണ്ടെങ്കിലും വളരെ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഇവര്. അവരുടെ ഒരു ഡെസ്റ്റിനി ആയിട്ട് നിങ്ങളെ അവരിപ്പോ കാണുകയാണ്. ഒരു ന്യൂ ബിഗിനിങ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു എനർജി നിങ്ങളുടെ വ്യക്തിയുടേതായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ട് തന്നെ ആ ഒരു എനർജീനെ, ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്.